പെരുന്നാൾ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ബീഫൊന്നും നുറുക്കി തരത്തില്ല. അപ്പം നുറുക്കാതെയാണ് ജോസം കൊണ്ടുവന്നത്. ബീഫുണ്ട്, ചിക്കനും ഉണ്ട്. വേറെ മീനായിട്ട് അങ്ങനെ ഒന്നും വാങ്ങിയായിരുന്നില്ല. അപ്പം ഞാൻ ബീഫിനെയൊക്കെ നുറുക്കി എടുത്തിട്ട് പോയി സിറ്റൗട്ടിൽ പോയിരുന്നു ഉള്ളിയും സവാളയൊക്കെ നന്നാക്കണേന് എന്നെ സഹായിക്കാനായിട്ട് ഇവവും കൂടി ഉണ്ട് കേട്ടോ. ചില സമയത്ത് അങ്ങനെ വരും. എന്നിട്ട് തേങ്ങാക്കൊത്തിട്ട് ഒലത്തണമെന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ഈ ചെയ്യണത് തേങ്ങാക്കൊത്തിട്ട് ഒലത്താൻ വേണ്ടി എല്ലാ മസാലകളും കൂടി പുരട്ടി 1 മണിക്കൂറത്തേക്ക് സെറ്റാവാൻ വേണ്ടി വെച്ചേക്കണേന്. എന്നിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വെള്ളം പറ്റിച്ച് കൊടുക്കണം. ഞാൻ മുരിങ്ങാത്തോലി എടുക്കാൻ അപ്പുറത്തെ വീട്ടിൽ പോയതാണ് കേട്ടോ. മുരിങ്ങാത്തോലി എടുക്കണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഒരടപ്പിൽ എരിവർച്ചിക്കുള്ളതും മറ്റേ അടപ്പിൽ തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുക്കറിൽ വേവിച്ച് നടപ്പിച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് പറ്റിച്ചെടുക്കണേനേട്ടാ. എന്നിട്ട് ഇവര് തേങ്ങാക്കൊത്തിട്ടും വേണമെന്ന് പറഞ്ഞ് പിന്നെ ഇത് ഇച്ചിരി ഉപ്പിൽ വേവിക്കാൻ വേണ്ടി ബീഫ് നമ്മുടെ കപ്പയും ചേമ്പൊക്കെ വെക്കൂലേ അത് വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി ചിക്കൻ ഉണ്ടായതിനെ വറുക്കാനും മസാല പുരട്ടി വെച്ചു. എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. എനിക്ക് എന്താണെന്ന് അറിഞ്ഞോളൂ, ഇന്ന് ഭയങ്കര സ്പീഡായിരുന്നേ. തേങ്ങാക്കൊത്തിട്ടുള്ളത് നല്ല ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് ഫ്രൈ ആക്കണം എന്ന് വെച്ചാൽ നമ്മൾ 2 പ്രാവശ്യം ചൂടാക്കി വരുമ്പോൾ ശരിയായിക്കോളും. ഉപ്പിൽ വന്ന ബീഫും മേൽ കപ്പയും ചേമ്പൊക്കെ വെച്ചിട്ടുള്ളതില്ല, അതിൻ്റെ വീഡിയോ വരും കേട്ടോ. ഫ്രൈ ആയി വന്നപ്പോഴേക്കാൾ ഇത്തിരി കൂടി വേപ്പിലേക്ക് തൂക്കിക്കൊടുത്ത് ഒന്നും കൂടി ഫ്രൈ ആക്കി എടുക്കണ്ടേ.